ദുരന്തങ്ങളെ നാം അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ ഭീകരത കൊണ്ടോ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ തോത് കൊണ്ടോ മരണപ്പെട്ടവരുടെ എണ്ണം കൊണ്ടോ പ്രാധാന്യം കൊണ്ടോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടിന് മുൻപ് കൊല്ലം ജില്ലയിലെ പെരുമണ്ണിൽ ഉണ്ടായ ട്രെയിൻ ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. സമയം 1:05 കഴിയുമ്പോഴാണ് ഐലൻഡ് എക്സ്പ്രസ് ഇതുവഴി കടന്നു വരുന്നത്. ഈ ട്രെയിൻ പറയുന്ന ദിവസം അന്തരീക്ഷം തന്നെ വളരെ മോശമായിരുന്നു. മഴയും ഒക്കെ ഉണ്ട്. മഴയുള്ളതും അതുപോലെ തന്നെ ഈ പാലത്തിൽ അന്ന് എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഞാൻ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളല്ല. ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ അപ്പുറം. 5 കിലോമീറ്റർ എന്ന് പറയുന്നത് വലിയ ദൂരമൊന്നുമല്ല. ഈ കായൽ ചുറ്റി വരുമ്പോൾ എളുപ്പ വഴിയാണ്. വലിയൊരു ശബ്ദം, ഞങ്ങൾ കായൽവാരത്തിരിക്കുമ്പോഴാണ് വലിയൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം ഈ ഭാഗത്താണെന്ന് അറിഞ്ഞപ്പോൾ പാലത്തിന് എന്തോ സംഭവിച്ചാണ്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ റോഡിൽ വരുമ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകൾ, കായലിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ, വാഹനമുള്ള ആളുകളെല്ലാം ഞങ്ങൾ വരുമ്പോൾ തന്നെ വണ്ടി ലൈറ്റ് വിട്ട് പല കാറും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ, ഇവിടെ അന്നേരം വന്ന മുഴുവൻ വാഹനങ്ങളും രക്ഷാപ്രവർത്തനം നടത്താൻ സന്നദ്ധമായവരിങ്ങനെ ലൈറ്റ് ഇട്ട് വണ്ടി പോകുന്നതാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് ആൾ കൂടി നിൽക്കുന്നു. അങ്ങനെ ഒരു എഞ്ചിനും ഒരു ബോഗിയും ഈ പാളം കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് നിൽക്കുന്നു. ബാക്കി തലകുത്തനെ വെള്ളത്തിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. ഈ പ്രദേശമാകെ നിലവിളിയുടെ ഒരു ധ്വനിയായിരുന്നു. എന്താ സംഭവിച്ചെന്ന് ആരും പരസ്പരം പറയുന്നില്ല. എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടുകയാണ്, കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. സ്ത്രീകളും കുട്ടികളും എല്ലാവരും വന്നുടനെ കാണാം. ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗി വലത്ത് സൈഡിൽ കുത്തനെ കിടക്കുകയും 2-3 ബോഗികൾ ഇപ്പുറം മറിഞ്ഞ് കിടക്കുകയും കൂട്ട നിലവിളിയും രക്ഷാപ്രവർത്തനവും പരിസരത്തുള്ള വള്ളങ്ങളെല്ലാം തുഴഞ്ഞടുക്കുകയും ഈ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള വണ്ടികളെല്ലാം ഓടിയെടുക്കുകയും വന്ന പാടെ എല്ലാവരും അങ്ങ് വള്ളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ബോഡികൾ വണ്ടി കയറ്റുന്നതിന് വേണ്ടി കരയിൽ നിൽക്കുന്നവർ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. ക്യൂ ആയി വണ്ടികൾ വന്ന് അതിനകത്ത് നിന്ന് ബോഡികളും ജീവനുള്ളതും എല്ലാം കയറ്റി വിടുന്ന രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. സംഭവ ദിവസം 6 മണിക്ക് രാവിലെ ഇവിടുന്ന് നടന്നാണ്, ഈ പാലത്തെ കൂടി നടന്നാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് പാലത്തിൽ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. തിരിച്ചേതാണ്ട് 1-1.5 മണിക്ക് ശേഷമാണ് മൈനാഗപ്പള്ളിയാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാവേലിക്ക സെക്ഷനിലെ മേറ്റാണ് എൻ്റെ ഡ്യൂട്ടി. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1:30 ശേഷമാണ് ഇവരെ അറിയുന്നത്. അപ്പോൾ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് PW ഇൻസ്പെക്ടർ ട്രോളി വന്ന് ആ ട്രോളി കയറി വൈകിട്ട് ഏതാണ്ട് 5 മണിയായി കാണും ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ ബോഗികൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മറിഞ്ഞ് കിടക്കുന്നു. എഞ്ചിൻ ഈ പാളത്തെ തെക്ക് മാറി നിൽപ്പുണ്ട്. അപ്പോൾ ഇക്കരെ വരാനൊക്കാത്ത രീതിയിൽ ഞങ്ങൾ അപ്പുറത്ത് ജോലിക്കാരെല്ലാം അപ്പുറത്ത് കാത്തു നിൽക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ബോട്ടുണ്ട് ഇവിടുന്ന് റെയിൽവേയുടെ. ആ ബോട്ട് വന്നാണ് ഞങ്ങളെ കയറ്റി ഇപ്പുറത്ത് കൊണ്ടുവന്ന് പിന്നെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെ നടുക്കിയ പെരുമൺ ദുരന്തം നടന്നിട്ട് 25 വർഷം തികഞ്ഞിരിക്കുകയാണ്. അന്നാണ്ട് 105ഓളം പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞിരിക്കുന്നത്. അന്ന് ഏകദേശം ഒരു മണി കഴിഞ്ഞ സമയത്താണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായത്. ഞാനിവിടെ ഓടിയെത്തുമ്പോൾ ഈ 4 ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ വളരെ വലിയ നിലവിളിയോടുകൂടി ഇവിടെ ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നതാണ്. ട്രെയിൻ യാത്രകൾ പലപ്പോഴും അരക്ഷിതമാണ്. പെരുമൺ ദുരന്തത്തിന്റെ നിലയ്ക്കാത്ത വിലാപങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ അരക്ഷിതത്വവും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ദുരന്തങ്ങളെയുമാണ്.
ദുരന്തങ്ങൾ നമ്മെ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? അതെല്ലായ്പ്പോഴും ചില പാഠങ്ങൾ പറഞ്ഞു തരുന്നു. എന്തുകൊണ്ടാണ് യാത്രകൾ ദുരന്തങ്ങളിലേക്ക് ചെന്നെത്തുന്നത്? നമ്മുടെ ഗതാഗത സൗകര്യങ്ങളും സംവിധാനവും എത്രത്തോളം സുരക്ഷിതമാണ്? പെരുമൺ ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം ഏറെ ശ്രമകരമായിരുന്നു. യാത്രാ സൗകര്യങ്ങളുടെയും പ്രാഥമികവും അടിസ്ഥാനപരവുമായ സൗകര്യങ്ങളുടെയും അഭാവം രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. എങ്കിലും അന്നാട്ടുകാരുടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് രക്ഷയായത്. വഴിയിൽ ചോരവാർന്നൊലിക്കുന്ന അപരന് നേരെ കണ്ണടയ്ക്കുന്ന നഗരസമൂഹങ്ങൾക്ക് ഈ ഗ്രാമം ഒരു മാതൃകയാണ്. 12 കാലോളം ആവും വടക്ക് നിന്ന് വണ്ടി വന്നത്. വണ്ടി വരുന്ന ശബ്ദം അതിഭയങ്കര. പാലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ വലിയൊരു ശബ്ദം കേൾക്കുകയും പിന്നീട് അപ്സെറ്റായി പോകുന്ന ഒരു സാഹചര്യം അവിടെ കണ്ടത്. കാഴ്ചയെന്ന് പറയുന്നത് 8-9 ബോഗി പടിഞ്ഞാറേ സൈഡിന്, പാലത്തിന് പടിഞ്ഞാറ് വശവും ബാക്കി 2-3 എണ്ണം കിഴക്കേ സൈഡിനുമാണ് മറിഞ്ഞത്. അപ്പോഴത്തന്നെ വള്ളം കെട്ടിയിട്ടിരുന്ന തന്നെ കെട്ടുപറിച്ചങ്ങ് ഒരുപാട് ഉയരത്തിൽ ഈ വെള്ളം അങ്ങ് ഉയർന്നായിരുന്നു. ഈ ബോഗിയെല്ലാം അവിടെ വെള്ളത്തിൽ വീണപ്പോൾ അതിനുശേഷം പെട്ടെന്ന് തന്നെ വെള്ളം പിടിക്കുകയും വള്ളത്തെ ഞാൻ ഇഞ്ഞേ കരയ്ക്ക് വന്ന് തെക്കേ കരയ്ക്ക് വന്നിട്ട് അപ്പോഴത്തെ ആരോ വിളിച്ചു പറയുന്നതായിട്ട് വല്ല കോടാലിയോ കുന്താലിയോ എന്തായാലും ഒക്കെ കൊണ്ടുവന്ന് ഇത് വെട്ടിപ്പൊളിക്കുന്നതിനുള്ള ഒരു ഏർപ്പാട് എന്തെങ്കിലും ഉണ്ടാകണമെന്ന് അതിന് ഓടി ഞാൻ ഇവിടെ ഒരു മേശിരിയുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. കൊല്ലപ്പണി ചെയ്യുന്ന ഒരു ആളുടെ ഇടയിൽ വന്നിട്ടൊരു ആമറും അവിടെ കിടന്ന ഒരു പൈപ്പിൻ്റെ തുണ്ടും ഓടി ഇങ്ങനെ വരുന്ന വഴി ലൈനിലൊരു ഇലവാങ്കുണ്ടായിരുന്നു. അതും എടുത്ത് ഞാൻ വള്ളത്തെ കയറി. വള്ളത്തിൽ നിന്ന് ആളുകൾ വേറെ, അപ്പോഴത്തെ എൻ്റെ വള്ളത്തെ ആൾ വേറെയും കയറിയായിരുന്നു. അവരും കൂടെ കയറിയിട്ടാണ് ഈ ബോഗിയുടെ ഈ വാതിലെല്ലാം അടിച്ചു പൊളിക്കുകയും ആളിനെ ഈ വള്ളത്തെ എൻ്റെ വള്ളത്തിൽ ആളിനെ കയറ്റി ഇക്കരയായിട്ട് കൊണ്ടുവരിക. സാധനം എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആളിനെ ഇക്കരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണവും കാര്യമൊക്കെ പറയാനെന്ന് പറഞ്ഞാൽ എണ്ണമൊന്നുമുള്ള സമയമല്ല അന്നേരം. ഈ സംഭവം നടക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പറ്റിയ സുഗമമായ ഒരു അന്തരീക്ഷമല്ലായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാഹനം ഈ സ്പോട്ടിലെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അന്ന് ഈ ഇപ്പുറത്ത് കാണുന്ന പുതിയ പാലത്തിൻ്റെ പണി നടക്കാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ കുറേ ദൂരം നടന്നു വേണം ഈ ഭാഗത്തെത്താൻ. ഈ പ്രദേശത്തുള്ള വാഹനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ ആളുകളുടെ ഒരുപാട് അധ്വാനം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അന്നുണ്ടായിരുന്ന ഒരു കളക്ടർ ശ്രീമതി ലീല ഗംഗാധരൻ, അവരുടെ ഒരു വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ നിമിഷം തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് എത്തി നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നാട്ടുകാർ നടത്തി. ഇവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മത്സ്യബന്ധനത്തിന് വേണ്ടി കായലിൽ കിടക്കുന്ന സമയമായിരുന്നു. അവരുടെ ഊർജ്ജസ്വലമായ ഒരു രക്ഷാപ്രവർത്തനം മൂലമാണ് ഇത്രയും പേരെ ഇവിടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ ഇവിടെ എത്തിപ്പെടുവാൻ വളരെ അസൗകര്യം ആയിരുന്നു. ഈ രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടിയുള്ള വണ്ടികൾ ഇവിടെ എത്തുന്നതിന് വളരെ സൗകര്യമില്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനത്തെ അത് മന്ദീഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ജനങ്ങളും ഈ പ്രദേശത്തെ ആൾക്കാരെല്ലാം കൂടെ ബോഗികൾ മൊത്തവും വെട്ടിപ്പൊളിച്ചാണ് ഈ ജനങ്ങളും ജീവനുള്ളവരെയും പുറത്തെടുത്തത്. അവരെ കൂടുതൽ ചുമന്ന് വേണം ആൾക്കാരെ ബസ്സുകളിലും ലോറികളിലും എത്തിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു നിലനിന്നിരുന്നത്. 100-ലേറെ പേർ മരിക്കുവാനിടയായ ഒരു വലിയ ദുരന്തമുണ്ടായി. 25 വർഷങ്ങൾ പിന്നിട്ടിട്ടും അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുവാൻ ഇതുവരെ കഴിഞ്ഞില്ല എന്നത് അതിശയകരം തന്നെ. അശ്രദ്ധയാണ് കാരണം എന്ന പ്രാഥമിക നിഗമനം അന്നു തന്നെ ഉണ്ടായിരുന്നു. ടൊർണാഡോയാണ് ദുരന്ത കാരണം എന്നുള്ള വിചിത്രമായ കണ്ടുപിടുത്തങ്ങൾ പോലും പിന്നീട് ഉണ്ടായി. എന്തായാലും അതൊക്കെ ഊഹങ്ങൾ മാത്രമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. എന്താണ് യഥാർത്ഥ ദുരന്ത കാരണം എന്ന് കണ്ടുപിടിക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ ശാസ്ത്രീയമായ ഒരു മുന്നേറ്റങ്ങളും പിന്നീട് നടത്തുകയുണ്ടായില്ല എന്നത് തന്നെയാണ് വാസ്തവം. 105 പേർ മരണപ്പെട്ട, നിരവധി പേർക്ക് പരിക്കേറ്റ, ഒട്ടനവധി പേർ അനാഥരായ ഈ ദുരന്തത്തിൻ്റെ കാരണങ്ങൾ ഇന്നും ദുരൂഹമാണ്. അട്ടിമറിയോ അമിതവേഗമോ പാളത്തിൻ്റെ തകരാറോ എന്ന് വ്യക്തമാകുന്നില്ല. എഞ്ചിൻ്റെ മെക്കാനിക്കൽ തകരാറാണെന്ന് ആദ്യമൊക്കെ പ്രചരിച്ചിരുന്നു. അന്ന് മഴയുണ്ടായിരുന്നു. പാളത്തിൽ ചെറിയ പണികൾ നടന്നിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ട്രെയിൻ പാളത്തിൽ കടക്കുന്നതിന് മുമ്പുള്ള വളവിൽ വെച്ച് കോച്ചിൻ്റെ ഒരു വീൽ പാളം തെറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. റെയിൽവേയുടെ നിഗമനം ഇതൊന്നുമല്ല. ടൊർണാഡോയാണ് അപകട കാരണമെന്ന് അവർ ഉറപ്പിക്കുന്നു. പക്ഷേ അവിടുത്തെ സ്ഥലവാസികൾക്കൊന്നും അത്തരമൊരു ടൊർണാഡോ അനുഭവപ്പെട്ടിട്ടില്ല.
ദുരന്ത കാരണം ഇന്നും ദുരൂഹമായി തുടരുന്നു. പക്ഷേ ഇതിൻ്റെ തക്കതായ കാരണം എന്താണെന്നും അതിന് ഉത്തരവാദികളെ കണ്ടുപിടിക്കുവാനോ ഒന്നും ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. അത് എവിടാണോ ഇതിൻ്റെ കുഴപ്പമെന്നറിയുന്നത്. പക്ഷേ നാട്ടുകാർ എപ്പോഴും പറയുന്നത് ടർണാഡോ ആണെന്നാണ് പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടായിട്ട് നമുക്ക് തോന്നുപോലുമില്ല. മഴയുണ്ടായിരുന്നു, ചാറ്റ മഴയായിരുന്നു. അത് ഇപ്പോഴും എല്ലാ വർഷവും ആ സമയമാകുമ്പോൾ ഇതുപോലെ മൂടിക്കെട്ടി അതുപോലുള്ള മഴച്ചാറ്റിലെല്ലാം നടന്നുകൊണ്ടിരിക്കുക, അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് ശാന്തമായ അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഒരു സംഭവം നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു കാറ്റുണ്ടായിട്ടുണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സംഭവം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ അതിൻ്റെ തക്കതായ കാരണം കണ്ടുപിടിക്കണമെന്ന് ഇപ്പോഴുള്ള ജനങ്ങളും വരുന്ന തലമുറയ്ക്കും അതൊക്കെ അറിയാനുള്ള ആഗ്രഹമുണ്ട്. അവരത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. ദുരന്തങ്ങളെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയുടെയും അവസാനം നാം ഉറക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനം തൃപ്തികരമാണോ? അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെയും അപകടങ്ങളെയും നേരിടുന്നതിന് നിലവിലുള്ള സംവിധാനങ്ങൾക്ക് ത്രാണിയുണ്ടോ? ഒരുപക്ഷെ ദുരന്ത നിവാരണം എന്നുള്ളത് ഏറ്റവും ദുർബലമായ യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ദീർഘവീക്ഷണത്തോടെ തയ്യാറാക്കിയിട്ടില്ലാത്ത ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പല വകുപ്പുകളും ഇതുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അടിയന്തരമായി ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെയും നേരിടാനുള്ള ഒരു സംവിധാനവും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള ദുരന്തങ്ങളൊക്കെ ആ പ്രദേശത്ത് ആ സമയത്ത് ലഭ്യമായിട്ടുള്ള നാട്ടുകാരുടെ, ചെറുപ്പക്കാരായ ആളുകളുടെ, സന്നദ്ധ സംഘടനകളുടെ, ഈ രീതിയിലുള്ള ആളുകളുടെ സേവനം കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് ദുരന്തങ്ങളെ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ആഘാതത്തെ ഒരല്പമെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളത് ഏത് തരത്തിലുള്ള അപകടങ്ങളും ഇതുവരെ മുമ്പ് നടന്നിട്ടുള്ള അപകടങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. ദുരന്ത ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് 60 ലക്ഷവും ഏതാണ്ട് രൂപകൾ അനുവദിച്ചായിരുന്നത്. മാധവരാജ സിന്ധ്യ രാവിലെ 6 മണിയായപ്പോൾ ഇവിടെ എത്തുകയും അദ്ദേഹം ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അതിൻ്റെ ആ രൂപ കിട്ടിയത് 30 ലക്ഷം രൂപ ഏതാണ്ട് ഈ ദുരന്തത്തിന് ഇതിനു വേണ്ടി അങ്ങോട്ട് ഈ എല്ലാവർക്കും കൊടുക്കുന്നതിനും ദുരന്തത്തിനൊരു പ്രതിഫലമായി കൊടുക്കുന്നതിന് വേണ്ടി കുറേ ആളുകളെ തീരുമാനിക്കുകയും 1000 രൂപ വീതം ഏതാണ്ട് തീരുമാനമെടുത്ത് അത് അവനവൻ്റെ ഇഷ്ടപ്രകാരം ഇവിടെ കഷ്ടപ്പെട്ട ഒറ്റ എണ്ണത്തിന് കൊടുത്തിട്ടില്ല. കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണത്തിന് അങ്ങനെ കിട്ടാനുണ്ട്. കൊടുത്തത് എന്നെ ഒന്ന് പരിഹരിച്ച് എന്തോ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് 1000 രൂപ കിട്ടിയായിരുന്നു. അതേപോലെ കിട്ടാത്ത ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെട്ട ഒരെണ്ണത്തിന് കിട്ടിയിട്ടില്ല. വീട്ടിലിരുന്നതും ഓഫീസിൽ ഇരുന്നതും കള്ളു ഷാപ്പുകളിൽ കിടന്നതും സർവേ എണ്ണത്തിന് 8, 9, 10, 15 പേര് വീതം ഓരോ വീടുകളിൽ നിന്ന് ഒപ്പിച്ചെന്ന് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു കൊല്ലത്ത് വെച്ച് ഈ പൈസ വിതരണം ചെയ്തത്. ഞാൻ അന്ന് അവിടെ ഒന്ന് പറഞ്ഞ്, സാറേ എനിക്കൊരു 2 മിനിറ്റ് സംസാരിക്കാറുണ്ട്. ഈ തലയെ കെട്ടും കൊട മറച്ചും കുറച്ച് ആളുകൾ ഇവിടെ കാശ് മേടിക്കാൻ വരുന്നിട്ടുണ്ട്, യാതൊരു വക സംരക്ഷിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് മറുപടി പറഞ്ഞത്, വേണമെങ്കിൽ ഇത് മേടിച്ചുകൊണ്ട് പോയിക്കോണം, അല്ലേ ഇവിടെ സംസാരിക്കാനുള്ള സമയമില്ല, സെക്കൻഡ് സാറ്റർഡേ ഇല്ലേ. ഞാൻ പിന്നെ അതങ്ങ് നിർത്തി. നമ്മൾ 1000 രൂപ എന്ന് അത് മേടിച്ച് നമ്മൾ പോരുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇവിടെ നടന്ന സംഭവങ്ങൾ. പക്ഷേ രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഈ നാട്ടുകാർ രക്ഷാപ്രവർത്തകരുടെ പേരിലുള്ള ഒരു പാരിതോഷിക വിതരണം നടന്നു. ഈ പാരിതോഷിക വിതരണം നടന്നതിൽ ഒരുപാട് ക്രമക്കേടുകളും ആക്ഷേപങ്ങളും നാട്ടുകാർക്കുണ്ട്. പിന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട പലർക്കും അത് നഷ്ടപ്പെട്ട് അല്ലാതെ ഉള്ളവർ മേടിച്ചവരുണ്ട്. അതിൻ്റെ ഒരു ആക്ഷേപം ഇന്നും തീർന്നിട്ടില്ല. അന്ന് ഇവിടുത്തെ പാർലമെൻറ്റ് അംഗം മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സാന്നിധ്യം, എന്തിനേറെ നമ്മുടെ റെയിൽവേ മന്ത്രി, കേന്ദ്ര റെയിൽവേ മന്ത്രി പോലും ഈ പ്രദേശത്ത് വന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കുറച്ച് ഈ നാട്ടുകാർ തന്നെ ആഗ്രഹിക്കുന്ന ഈ രാജു എന്ന് മാത്രം ഫേസ് ചെയ്ത രക്ഷാപ്രവർത്തനം വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം നേരിൽ നടത്തിയിട്ടുള്ളവർക്കും അറിയാം. വണ്ടികളുടെ ബോഗികളിൽ ഇറങ്ങിച്ചെന്ന് അവിടെ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ആ വണ്ടിയുടെ ജനൽ സൈഡിൽ കൊടുത്ത് അവരെ തള്ളി വള്ളത്തേലാക്കി കരയ്ക്കൊണ്ടടിപ്പിച്ച് വണ്ടി കയറ്റുന്നവരെ കഠിനാധ്വാനം ചെയ്ത ഒട്ടനവധി രക്ഷാപ്രവർത്തകരുണ്ട്. അവരെ ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ ബോഗികളിലൊക്കെ ഇറങ്ങിച്ചെന്ന്, പക്ഷേ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, അല്ലെ അവർക്ക് അറിയാമായിരുന്നു. അവർ ആ ബോഗികളിലെല്ലാം ഇറങ്ങിച്ചെന്ന് എല്ലാ ബോഗികളിലും പരിശോധിച്ച് അവർ അതിനകത്ത് ബോഡിയോ അല്ലെ ജീവനുള്ള ആൾക്കാരോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവർ പിന്നീട്
ആ ബോഗിയിൽ നിന്ന് തന്നെ കരയ്ക്ക് കയറുകയും ബാക്കിയുള്ളവർ കിട്ടിയ ആയുധങ്ങളും മാരകായുധങ്ങൾ വീട്ടിലുള്ള കോടാലി മമ്മട്ടിയുള്ള പാര എന്നിവ കൊണ്ടുവന്ന് വണ്ടിയുടെ ബോഗികൾ അടിച്ച് പൊട്ടിച്ച് ആൾക്കാരെ പുറത്തെടുക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി, വെള്ളത്തിൽ കിടന്ന് തന്നെ വണ്ടിയിൽ കിടന്ന് തന്നെ നടത്തി. പക്ഷേ ഈ ഒരാളിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് രക്ഷാപ്രവർത്തനം എന്നാണ് ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഈ പ്രദേശത്തുള്ളവരെല്ലാം ചെയ്ത ആത്മാർത്ഥമായ പ്രവർത്തനമാണ്. ഇവിടെ ഒരു പാലം വേണമെന്ന് അന്നത്തെ സ്ഥലവാസികൾ ആവശ്യപ്പെടുകയും അന്നത്തെ ഇവിടുത്തെ MLAയും സ്ഥലം മന്ത്രിയുമായിരുന്ന ശ്രീ കടവൂർ ശിവദാസൻ അവർ അന്നത്തെ ബഡ്ജറ്റിൽ ഇതിനുവേണ്ടി കുറച്ച് തുക ഉൾക്കൊള്ളിക്കുകയും നബാർഡിനെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കാമെന്ന് ഏറ്റിരുന്നതാണ്. എന്നാൽ മാറി വരുന്ന സർക്കാരുകൾ ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പൊള്ളിപ്പിടയുന്ന ദുരന്തസ്മൃതിയിൽ അഷ്ടമുടിക്കായൽ ഇന്ന് ചേതനയേറ്റ് കിടക്കുന്നു. ഇപ്പോഴും ഈ കായലിൻ്റെ ആഴക്കൈകളിൽ എങ്കിലും ഇപ്പോഴും ഈ ജലപ്പരപ്പിനു മീതെ കിതച്ചു പായുന്ന ശബ്ദകോശങ്ങളെ പ്രാർത്ഥനകൾ കൊണ്ട് ഇവൾ മൂടുന്നു. പെരുമൺ ദുരന്തമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയത് ആ മേഖലയിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ്. ഏതൊരു ദുരന്തമുണ്ടായാലും അവിടെ ആദ്യം എത്തുന്നത് ഇത്തരത്തിലുള്ള സാധാരണക്കാർ തന്നെ. പക്ഷേ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഇവരുടെ ആരുടെയും മുഖം ആരും ഓർത്തുവെക്കാറില്ല എന്നതാണ് സത്യം. സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുന്ന രക്ഷാപ്രവർത്തകർക്ക് അർഹിക്കുന്ന പരിഗണനയും പ്രോത്സാഹനവും നൽകേണ്ടതുണ്ട്. മെച്ചപ്പെട്ട ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം രക്ഷാപ്രവർത്തകർക്ക് അർഹിക്കുന്ന പരിഗണനയും നൽകുന്നതിന് ശ്രദ്ധയും മനസ്സുമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബാക്കി പത്രത്തിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.